ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മൾ കാത്തിരുന്ന ആ ദിവസം ഇങ്ങ് വന്നെത്തി. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ലോഞ്ച്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമുക്കിനി ലൈവായി 100 ദിവസം. പല പ്രഡിക്ഷൻ ലിസ്റ്റുകളും നമ്മൾ കണ്ടതാണ്. ആ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളവരെല്ലാം ഉണ്ടോ? അപ്പോൾ ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്? ഇതെല്ലാം നമുക്കിനി അറിയാൻ കുറെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ എനിക്ക് ബിഗ് ബോസിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ട് ഈ പ്രോഗ്രാമിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. ഗെയിം കളിക്കുന്നവർ ആരും ആയിക്കോട്ടെ. ഇപ്പൊ വെളിയിൽ നമ്മൾ ഇന്ന ആളുടെ ഫാൻ ആയിരിക്കാം, നമ്മളൊരാളുടെ ഫാൻ ആയിരിക്കാം, ആ ആൾ അതിനകത്തുണ്ടെന്നിരിക്കട്ടെ. പക്ഷെ അവിടെ പോയിട്ട് ഗെയിം ഒന്നും കളിക്കുന്നില്ല, ചുമ്മാ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ആളെ സപ്പോർട്ട് ചെയ്യരുത്. എന്നുവെച്ചാൽ ഒരു ഷോയുടെ വിജയം എന്ന് പറയുന്നത് പ്രേക്ഷകർ കൊടുക്കുന്ന പിന്തുണയാണ്. അപ്പൊ ഈ അകത്ത് പോകുന്നവർക്ക് ഒരു വിചാരമുണ്ട്, എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് ഇത്രയും ആരാധകരുണ്ട്, അപ്പോൾ എനിക്ക് അവിടെ ചുമ്മാ നിന്നാലും ഞാൻ അവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞ് നമുക്ക് കഴിഞ്ഞ കുറെ സീസണുകൾ എടുത്താൽ നമുക്കത് മനസ്സിലാവും. അങ്ങനെ നിന്ന കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഇപ്രാവശ്യം സംഭവിക്കാതെ നമ്മൾ കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക. അതുപോലെ ഈ വോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. ഇപ്പം ഗെയിം കളിക്കുന്ന ഒരാൾ, രണ്ടുപേര് എന്നുവെച്ചാൽ അവർ തമ്മിൽ ഓപ്പോസിറ്റ് ഫൈറ്റ് ആണ്. ആ സമയത്ത് അവര് ഈ വോട്ടിങ്ങിൽ വരുമ്പോൾ ഇപ്പുറത്തൊരു വാഴയായിരിക്കും. അപ്പോൾ ഈ ആളുമായിട്ട് എതിരുള്ളത് കൊണ്ട് ഇന്ന ആളെ നമുക്ക് പുറത്താക്കണം, അപ്പൊ നമുക്ക് ഈ വാഴയെ രക്ഷിക്കും എന്ന് വിചാരിക്കും. ഈ ആള് പുറത്ത്, ഈ ഓപ്പോസിറ്റ് നിന്ന് നല്ല ഗെയിം കളിക്കുന്ന ആള് പുറത്താവുകയും വാഴ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു വോട്ടേ ഉള്ളായിരുന്നു എല്ലാവർക്കും. ചിലപ്പോൾ ഈ പ്രാവശ്യം അതിലൊരു മാറ്റം ഉണ്ടാകാം. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആള് ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നില്ല. ആ സമയത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മുടെ ഈ നോമിനേഷന് വരാത്ത ആളിനെതിരെ നല്ല കട്ടയ്ക്ക് കളിക്കുന്ന ഒരാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, ആ ആളെ പുറത്താക്കണം. അപ്പൊ നമുക്ക് ഇന്ന ആൾക്ക് വോട്ട് കൊടുത്താൽ നമ്മുടെ കുറച്ച് പേര് ഇപ്പൊ പറയും, നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യൂ, അപ്പൊ ഇന്ന ആളെ പുറത്താക്കാം. അങ്ങനെ പറയുമ്പോൾ അപ്പോഴും വാഴ നിൽക്കുകയും നല്ല കളിക്കുന്ന ആൾ പുറത്താകുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അതിനൊന്നും നിൽക്കരുത്. കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക, കളിക്കുന്നവരെ അവിടെ നിർത്തുക ലാസ്റ്റ് വരെ. എന്നാലേ ഈ ഷോ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ അവിടെ പോയിരുന്ന് ഉറങ്ങുന്നവർക്കും അവിടെ പോയി ഫുഡ് കഴിക്കുന്നവർക്കും നമ്മൾ വോട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ 24 മണിക്കൂറും ഈ 24/7 വെച്ച് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തോ ആണെന്ന് ഒന്നുമില്ല, അവിടെ ഒന്നും നടക്കത്തില്ല. കഴിഞ്ഞ സീസണിൽ സംഭവിച്ചത് അതാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ സീസണിൽ കളിക്കുന്ന കുറെ പേര്, ഗെയിം കളിക്കാൻ അറിയാവുന്ന കുറെ പേര് ആദ്യമേ പുറത്തായി. ആദ്യം അവർക്ക് അവരുടെ ടാലന്റ് അവിടെ കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ വാഴകളെല്ലാം അവിടെ നിൽക്കുകയും ചെയ്തു. വെളിയിൽ എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കയറി പോകുന്നത്. അപ്പൊ അവർക്ക് അവിടെ എന്ത് ചെയ്താലും കുറെ വോട്ട് കിട്ടും എന്ന് മനസ്സിലാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും വോട്ട് ചെയ്യരുത്. കാരണം ഈ ഷോയെ തന്നെ അത് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചും എല്ലാം കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കുക. ഗ്രൂപ്പുകളിൽ നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതെല്ലാം ഉണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്താൽ ഇന്ന ആളെ പുറത്താക്കാം, അപ്പോഴേ നമ്മുടെ ആൾ ജയിക്കത്തുള്ളൂ. ശരിയാണ്, അതൊക്കെ ലാസ്റ്റ് വരുമ്പോൾ, ലാസ്റ്റ് ഒരു ഫൈനലിനൊക്കെ അടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. അതിനു മുമ്പ് ഈ വാഴകളെ നിർത്തിക്കൊണ്ട് നല്ല കളിക്കുന്നവരെ പുറത്താക്കിയാൽ നമുക്ക് ആർക്കും ഈ ഷോ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഗെയിം കണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പുതിയ മാറ്റങ്ങളും ഒക്കെ ആയിട്ടാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം വരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് ഇന്ന് വൈകുന്നേരമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നല്ലൊരു മാറ്റമാവട്ടെ. മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് കുറേ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഒരു രഹസ്യ സ്വഭാവം, ഇതുവരെയും ഒരു രഹസ്യ സ്വഭാവം ഒരു 90% സൂക്ഷിക്കാൻ, 90 അല്ലെങ്കിൽ ഒരു 85% സൂക്ഷിക്കാൻ ബിഗ് ബോസ് ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ വരുന്ന പേരിനെ അപേക്ഷിച്ച് കൂടുതൽ പേരുകൾ ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷോ, ഈ സീസൺ 6 തീർച്ചയായിട്ടും അതൊരു ഹിറ്റാക്കി എടുക്കണം എന്നുള്ളത് ബിഗ് ബോസ് ടീമിന്റെയും കൂടെ ആവശ്യമാണ്. അതിന് നമ്മൾ പ്രേക്ഷകരുടെ പിന്തുണയാണ് അവർക്ക് ഏറ്റവും ആവശ്യം. നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നമുക്ക് ഈ ഷോ മുന്നോട്ട് ഇനിയുള്ള വർഷങ്ങളിലും ഈ ഷോ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഗെയിം കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക, വാഴകളെ നേരത്തെ പുറത്താക്കുക. അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് ഗ്രാൻഡ് ലോഞ്ചാണ്. ലാലേട്ടനൊക്കെ അടിപൊളിയായിട്ടാണ് പറഞ്ഞത്. വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ഭയങ്കര സെറ്റപ്പ് ആണെന്ന് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, പല സെറ്റിങ്ങുകളിലും മാറ്റമുണ്ട്. അപ്പൊ ആ വീട് കാണാൻ എല്ലാവരും കൊതിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് വീട് ഇപ്രാവശ്യത്തെ എങ്ങനെ ആയിരിക്കും? ഇപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് ഇതെങ്ങനെയാണ് ഇതൊന്ന് അറിയാൻ വേണ്ടി. എനിക്ക് നല്ല ആവശ്യത്തിലാണ് ഞാനും ഇരിക്കുന്നത്, നല്ല ആഗ്രഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇന്ന് 7 മണി കഴിയുമ്പോൾ മുതൽ 24/7 100 ദിവസം 24/7 തുടങ്ങുകയാണ്. നല്ലൊരു ഷോ ആവട്ടെ.
മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ പഴയ സീസൺ കണ്ടു, ഞങ്ങൾ ഈ സീസൺ കാണുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ സീസൺ കണ്ടു, അതുകൊണ്ട് ഈ സീസൺ ആ സീസണിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ സീസൺ കാണുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ബിഗ് ബോസ് എന്ന ഷോ കൊണ്ടാണ് നമുക്ക് ഇവരെല്ലാവരെയും കിട്ടിയത്. ഈ ജയിച്ചവരെ ആണെങ്കിലും മനസ്സിൽ ഇടം പിടിച്ചവരെ ആണെങ്കിലും കണ്ടസ്റ്റൻസിനൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ രാജാവിനെ കിട്ടിയത്, അല്ലെങ്കിൽ റാണിയെ കിട്ടിയത്. അപ്പോൾ ഇനിയും രാജാവും റാണികളും എല്ലാം ഉണ്ടാകണം. നമ്മൾ ആരുടെയും ഒരു അന്തം ഫാൻ ആകരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ആരുടെ അന്തം ഫാൻ ആകാൻ പാടില്ല. അന്തം ഫാൻ ആയാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് അഡിക്റ്റ് ആവുകയാണ്. നമ്മളിപ്പം ഓരോ സംഭവത്തിന് അഡിക്റ്റ് ആവുന്ന ഓരോരുത്തരുണ്ട്. അതുപോലെ നമ്മൾ ഒരാൾക്ക് അങ്ങ് അടിമയാകുകയാണ്, അഡിക്റ്റ് ആവുകയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം അടുത്ത ഷോ ഉണ്ട്, അപ്പോൾ അടുത്ത ആൾക്കാർ വരും. അപ്പോൾ നമ്മൾ അവിടെ കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് നമുക്ക് മനസ്സിലൊരു സ്ഥാനം കൊടുക്കുക, അതൊരു ലിമിറ്റിൽ നിർത്തുക. അപ്പോൾ ഇനിയുള്ള അപ്ഡേഷനൊക്കെ ആയിട്ട് നമ്മൾ ഇനി കാണും. ഇനിയത്തെ 100 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിനി 7 മണി കഴിയുമ്പോൾ നമുക്ക് ഗ്രാൻഡ് ലോഞ്ചിൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ളത്, എന്തൊക്കെ സിസ്റ്റമാണ് മാറ്റിയിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ബിഗ് ബോസ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ 7 മണി കഴിയണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം ഞാൻ വീഡിയോയുമായി വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകണം, ഇനിയുള്ള വീഡിയോസിനെല്ലാം ഉണ്ടാകണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണം.